വൗ! സർപ്രൈസ്! ഓരോ ക്രിസ്തുമസും തിളങ്ങുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പോലീസ് നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തൃശ്ശൂർ റേഞ്ച് DIG അവർ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും നിർദ്ദേശം പാസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായും സംയുക്തതയിൽ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ആൽക്കഹോളിക് ആകുന്നതിനോ അല്ലെങ്കിൽ മറ്റ് നാർക്കോട്ടിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടോ അല്ല ന്യൂ ഇയർ ആഘോഷിക്കേണ്ടത്. ആഘോഷം നല്ലതാണ്, പക്ഷെ അത് അതിരുകടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആഘോഷം റോഡിലേക്ക് ഇറങ്ങിയിട്ട് ആവരുത്. മറ്റുള്ള ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ റോഡിൽ ഒരുപാട് ബാരിക്കേഡ്സും അതുപോലെ തന്നെ റോഡിൽ ഒരുപാട് തടസ്സങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഓരോരുത്തരും ആഘോഷിക്കാം, ന്യൂ ഇയർ ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കടന്നു ചെന്ന് മറ്റുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ ആവരുത്. എങ്ങനെയാണെങ്കിലും നമ്മുടെ യുവത്വം പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും സജീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും 2025 വർഷത്തിലേക്ക് പുതുവത്സരാശംസകൾ നേരുന്നു. തിരൂരിൽ നാളെ ഇന്ന് മുതൽ തന്നെ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലെ ആളുകൾ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സംയുക്തമായിട്ട് ചെക്കിങ്, വാഹന പരിശോധന നടത്തുന്നതായിരിക്കും. ഡ്രങ്കൺ ഡ്രൈവിങ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കർശനമായിട്ടും നിയന്ത്രിക്കുന്നതാണ്. ഒരു കാരണവശാലും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രിപ്പിൾ റൈഡിംഗ് ആണ്. 4 വെച്ച് വരെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹന പരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ എങ്ങോട്ടുമില്ല മോളെ. അതെ, ജോളി എന്തിയുടെ വീട്ടിലേക്ക്. ഞാൻ കുഞ്ഞിലെ മുതലേ എല്ലാ വർഷവും ഈ ദിവസം ജോളി എന്തിയുടെ കൂടെയായിരിക്കും. എനിക്ക് ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോഴേ ജോളി എന്തി ഉണ്ടാക്കുന്ന ആ കേക്കിന്റെ മണവും രുചിയാണ് മനസ്സിൽ. എല്ലാ വർഷവും എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചു എന്നെ കാത്തിരിക്കും ആന്റി. പിന്നെ ഇത്തവണ എന്റെ വക ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. അതൊക്കെ പറയാം. ഞാനിവിടെ എത്തിയിട്ടോ, പിന്നെ വിളിക്കാം. ആന്റി, വൗ! സർപ്രൈസ്! ഓരോ ക്രിസ്തുമസും തിളങ്ങുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ.